ഈ സാഹചര്യത്തിൽ ഞാനിവിടെ നിന്നാൽ കുഴപ്പമാവും. പോലീസ് കേസ് ചാർജ് ചെയ്യും. തൽക്കാലം ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. അപ്പം ഞാൻ? നീ സമാധാനമായിരിക്കും. താമസിയാതെ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാം. അത് പറ്റില്ല രാജു. ചന്ദ്രൻ ചേട്ടൻ വന്നാലുടൻ എന്റെ കല്യാണം നടത്തുമെന്ന് അപ്പൂപ്പൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വേണ്ട രാജു, നമുക്ക് ഒരുമിച്ച് പോകാം. എങ്കിലും ഇല്ല, ഞാൻ കൂടെ വരും. ശരി, എങ്കിൽ please, can you manage one, sir? Sorry, very sorry, sir. Anyway, thanks. ഇതെന്താ, ഇവിടെ ഒരു ലോഡ്ജിലെ റൂം ഇല്ലല്ലോ? അയ്യോ, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഞാനൊരു മണ്ടൻ തന്നെ. കാര്യം എന്താ? നമ്മൾ രണ്ടുപേരും ഈ വേഷത്തിൽ കയറി ചെന്നാൽ ആരെങ്കിലും റൂം തരുമോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്നോ, ഇപ്പൊ നമ്മളെ കണ്ട കല്യാണം കഴിച്ചവരാണെന്ന് ആരെങ്കിലും പറയുമോ? കല്യാണം കഴിഞ്ഞവർക്കേ ഹോട്ടൽ റൂം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ അതുവരെ വാ, വഴിയുണ്ടാക്കാം. ഇതാ. എന്തിന്? അങ്ങോട്ട് പോ. ഞാൻ ഡ്രസ് മാറ്റട്ടെ. ഓ, അങ്ങോട്ട് പോ. Sani pa
സാറേ, മലയാളിയാണല്ലേ? അതെ. ഒരു ഉപകാരം ചെയ്യണം. ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ കുടുങ്ങിപ്പോയി. നാട്ടിൽ പോകാൻ എന്തെങ്കിലും തന്ന് സഹായിക്കണം. ദാ. அப்படியா? ரொம்ப சந்தோஷம். அதுக்கப்புறம் சொல்லுங்க. நீங்க தான் சொல்லணும். காட்டேஜா எத்தனை வேணும்? ரெண்டா இருக்க. காட்டேஜ் இல்லைன்னா கூடி உங்களுக்கு எப்படியாவது அட்ஜஸ்ட் பண்ணி கொடுக்குறேன். நீங்க வந்து நம்ம ரெகுலர் கஸ்டமர் ஆச்சே. ரைட் சார். ஓகே சார். என்ன ഞങ്ങൾക്ക് നിങ്ങൾ ഒരു റൂം തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കൂടുതൽ വിഷമിക്കണമെന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഒരു കോട്ടേജ് വേണമായിരുന്നു. ഇത് എന്റെ ഭാര്യ. അത് ശരി. ഇവിടെ കോട്ടയൊന്നും ഒഴിവില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു 3 മാസത്തേക്കെങ്കിലും ചെരുപ്പെടുത്തി തരണം. 3 മാസത്തേക്ക് മതിയല്ലേ? ആ, ആ, ഒരു കോട്ടേജ് ഒഴിവുണ്ട്. പക്ഷെ അതിന് ഡബിൾ വാടക തരണം. വാടക എത്രയായാലും കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ഇല്ല. എന്നാ വാ, റൂം കാണിച്ചു തരാം. നമ്മുടെ പേരെന്താ? എന്റെ പേര് ഹമീദ്. ആ, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട. റൂം ബോയ്സിനെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഭാര്യയും ഭർത്താവും ആണോ? കണ്ടിട്ട് തോന്നുന്നില്ല. ആ, കണ്ടുപിടിച്ചോളാം. പൊന്നുമോളെ. എന്താ ഇത്? എന്താ പറഞ്ഞത്? കുറച്ച് കൂടുന്നുണ്ട്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഉത്തമയായ ഒരു ഭാര്യയുടെ കടമയാണ്. അല്ല, എന്തോ പറഞ്ഞല്ലോ, ഒന്നുകൂടി കേക്കട്ടെ. സോറി, ഇത്തരം മഹത് വചനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. പറയണ്ട, ഉള്ളിലിരിപ്പ് മനസ്സിലായി. അതൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് പോരെ. കല്യാണ കാര്യത്തെ പറ്റി കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട. അതേതായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ. പിന്നെ ഇവിടെ ഇപ്പോ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് സാധാരണ ആളുകൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കുന്നു. നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് കല്യാണം ആഘോഷിക്കുന്നു. മിടുക്കൻ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇതൊന്ന് പിടിക്ക്. എന്തിനാ? പിടിക്ക്. എന്തിനാ? ഒന്ന് പിടിക്ക്, പറയാം. എങ്ങോട്ടാ? വാ, പറയാം. ഇന്നു മുതൽ ഇത് രാജുവിന്റെ ബെഡ്, അതെന്റെ ബെഡ്. 3 മാസത്തേക്ക്.